ഇത്ര നേരത്തെ നീക്കേണ്ട കാര്യമൊന്നുമില്ല. പതുക്കെ നീറ്റാൽ മതി. രാവിലെ തന്നെ നീറ്റിട്ട് പത്രം ഇടാൻ പോകാനൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഒരു 10 മണിക്കൊക്കെ കഴിഞ്ഞിട്ട് നീറ്റാൽ മതി. ഞാൻ 10 മണി കഴിഞ്ഞിട്ടൊക്കെ നീക്കത്തുള്ളൂ. ആ നേരത്തൊന്നും നീക്കണമെന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നീറ്റാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്തായാലും രാവിലെ നീക്കൂല. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിൽക്കാന്ന് വിചാരിക്കണം. ഈ ചോനും കൂടി അപ്പുറത്തെ വീട്ടിലെങ്ങാനും പോയിരുന്നു എനിക്ക് കുറച്ച് സമാധാനം വേണം. പിന്നെ എനിക്ക് റീൽസ് ഒക്കെ എടുക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ആകെ ബഹളമായിട്ട് എനിക്ക് കുറച്ച് സമാധാനമായിട്ട് റീൽസ് എടുക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിലോട്ട് എങ്ങാനും താമസം മാറാൻ വേറെ എവിടെയെങ്കിലും മാറാവുന്നതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. എന്ന് വിചാരിച്ച് മാറിയെന്ന് വിചാരിച്ച് ബന്ധം മറ്റു പോകാൻ പാടില്ല. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള കാര്യം എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ അവനായിട്ട് എന്തെങ്കിലും തല്ലുംപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും നിന്നെ എടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് 4 കൊടുക്കുക. അവനെ ഞാൻ അങ്ങനെയല്ല വളർത്തിയിട്ടുള്ളത്. 4 ഇനി കല്യാണം കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവമായിട്ട് മാറുമെന്ന് നമുക്കറിയില്ലല്ലോ. സോ എന്തെങ്കിലുമൊക്കെ പറയുക, എന്തെങ്കിലും കാട്ടുകയാണെങ്കിൽ നീയും തിരിച്ച് കൊടുക്കാൻ നിൽക്കുക. ഞാൻ നിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. നിന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ റീൽസ് ചെയ്യും. നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സാണുള്ളത്? എനിക്ക് അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മരുമോളാകുമ്പോൾ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ളത് എനിക്ക് വളരെ സന്തോഷവും പ്രൗഡാണ്. സോ അത്യാവശ്യം റീൽസൊക്കെ ചെയ്തിട്ട് റീച്ച് കൂട്ടുക. എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ടിപ്സ് ചോദിക്കാവുന്നതാണ്. പിന്നെ വീട്ടിലത്തെ പണിയൊക്കെ കൂടി ഒറ്റയ്ക്ക് ചെയ്യാൻ നിൽക്കണ്ട. കാരണം അന്ന അവിടെ പണിക്കാരിത്തായിട്ടല്ലേ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഓനെ കൊണ്ടും പണിയെടുപ്പിക്കണം. 2 പേർക്കും കൂടി പണിയെടുക്കാവുന്നതാണ്. ഓനെ ഞാൻ അത്യാവശ്യം പണിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായി. ഇനിയിപ്പോൾ അന്നെ കണ്ടിട്ട് പണിയെടുക്കാതെ മടി പിടിച്ചിരിക്കുമെന്ന് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എന്നാലും അങ്ങനെയായിട്ട് ഇരുന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് കൊടുത്തിട്ട് ഓനെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്യും. അല്ലാതെ ഇങ്ങനെ എന്താ പറയുക, എൻ്റെ ഭർത്താവാണ്, എന്താ പറയുക, ഞാൻ എല്ലാം ചെയ്യും, ഭർത്താവിന് വേണ്ടി ഞാൻ ത്യാഗിയാണെന്നൊന്ന് പറഞ്ഞ് നിൽക്കൊന്നും വേണ്ട. എല്ലാ പണിയും ഓനെ കൊണ്ടും ചെയ്യിപ്പിക്കുക. 2 പേര് ഷെയർ ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പൊക്കെ പോകാവുന്നതാണ്. നിനക്ക് നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിനക്ക് ഒറ്റയ്ക്ക്. അതൊക്കെ നിന്റെ ഇഷ്ടം, നിന്റെ ചോയ്സ്, നിന്റെ കാര്യങ്ങൾ. അതിലൊന്നും ആരും വന്ന് ഇടപെടാൻ നിൽക്കില്ല. അവനായി നീയായി നിങ്ങളുടെ പാടായി. അല്ലാതെ അമ്മായിമ്മയാണെന്ന് പറഞ്ഞിട്ട് നീ അത് ചെയ്യ്, ഇത് ചെയ്യരുത് എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ വരത്തില്ല. ഓക്കെ. നിനക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാവുന്നതാണ്. എന്നെയും ശല്യം ചെയ്യാൻ വരരുത് കേട്ടോ. ഞാൻ അവിടെ റീൽസ് ഒക്കെ എടുത്ത് ഞാൻ സമാധാനമായിട്ടിരിക്കുകയായിരിക്കും. സോ എന്നെയും ഡിസ്റ്റർബ് ചെയ്യാൻ വരരുത് കേട്ടല്ലോ. ഓക്കെ. പിന്നെ അനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇടാം. അതിലിപ്പോൾ ആരും വന്ന് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യം ഈ ഒരു വ്യക്തി. അതിലിപ്പോൾ ഞാൻ വന്നിട്ടൊന്നും ഇടപെടണ്ടല്ലോ. ഈ വന്നിടാ എൻ്റെ അമ്മായിമ്മ ജീൻസ് ഇടരുത്, ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഉണ്ടാവും. എനിക്കിഷ്ടമില്ല. സോ ഞാൻ അതിലൊന്നും ഇടപെടില്ല. എൻ്റെ മരുമോൾക്ക് ഇഷ്ടമുള്ള കാര്യം ഇടാവുന്നതാണ്. എൻ്റെ ഡ്രസ്സ് വേണമെങ്കിൽ ഇടാവുന്ന ഡ്രസ്സ് ഇട്ടാൽ മാത്രം മതി കേട്ടല്ലോ. പിന്നെ എൻ്റെ മോനും അതിലൊന്നും ഇടപെടില്ല. നീയും അവൻ്റെ ഡ്രസ്സിങ്ങിൽ ഇടപെടാൻ നിൽക്കണ്ട. ഓക്കെ. അങ്ങനത്തെ ഒരു പ്രശ്നവും ഞങ്ങളെ കൊണ്ടുണ്ടാവില്ല. ഞങ്ങൾ അത്യാവശ്യം മോഡേൺ ഫാമിലിയാണ്. ഓക്കെ.